ഹായ് ഫ്രണ്ട്സ്, വിതൗട്ട് എനി ഇൻട്രഡക്ഷൻ നമ്മൾ ഒരു കഥ പറയുമ്പോൾ ഇന്നോ ഇന്നലെയോ നടന്നൊരു കഥയല്ല. 1940 അമേരിക്കയിലെ വാഷിങ്ടൺ DC എന്നുള്ള ഒരു കഥയാണ്. അന്നത്തെ ഗവൺമെൻറ് രണ്ട് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു പാലം പണി. അവരതിനൊരു പേര് വിട്ടു, ടാക്കോമ നാരോ ബ്രിഡ്ജ്. അങ്ങനെ 1940 ജൂലൈ മാസത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം അത് ഗതാഗത യോഗ്യമായി. അങ്ങനെ ആ വർഷം നവംബർ മാസത്തിൽ തന്നെ എന്ത് ചെയ്തു, ഇത് പൊളിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ, സാധാരണക്കാരായ ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് അവിടെ അന്ന് ഒരു 60 km/h ഒരു കാറ്റ് വീശിയത്, അതുകൊണ്ടാണ് അത് പൊളിഞ്ഞു വീണെന്നാണ് അവരെല്ലാം കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലുള്ള പല ബ്രിഡ്ജുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും യാതൊരുവിധ കേടുപാടുമില്ല. കൂടാതെ ഈ ടാക്കോമ നാരോ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ച് കിട്ടിയ ഒരു ബ്രിഡ്ജുമായിരുന്നു. അപ്പോൾ ഇതിനുള്ളൊരു റീസൺ ഉണ്ട്. ആ റീസൺ ലേറ്റായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ആ റീസൺ എന്താണ് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇറ്റ്സ് യുവർ കാൽക്കുലസ് ലേണിംഗ് ആൻഡ് ഐ ആം അബിൻ ബോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫ്രീക്വൻസി പറ്റിയിട്ടാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും, അതായത് സ്വാഭാവിക ആവൃത്തി. നമ്മുടെ ചുറ്റിനുള്ള എല്ലാ ഒബ്ജക്റ്റും എന്താണ്, ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഫ്രീക്വൻസി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. അതിനെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു ഗിത്താർ എടുക്കാം. ഗിത്താറിനകത്ത് നമ്മൾ ഓരോ സ്ട്രിങ് തൊടുമ്പോഴും ഓരോ ശബ്ദമല്ലേ കേൾക്കുന്നത്. അത് ഓരോ സ്ട്രിങ്ങിനും ഓരോ ഫ്രീക്വൻസി ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ തൊടുമ്പോൾ ഓരോ സ്ട്രിങ്ങിനും ഓരോ ശബ്ദം വരാൻ കാരണമാവുന്നത്. ഓക്കെ, അപ്പം എന്ത് കേസ് എടുത്താലും എന്തായിരിക്കും, സ്വന്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രീക്വൻസിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസി. എല്ലാ ഒബ്ജക്റ്റിനും എന്ത് കാണും, നാച്ചുറൽ ഫ്രീക്വൻസി കാണും. അപ്പം നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, എഴുതിയെടുക്കുക. When an object vibrates freely, it vibrates in its own frequency. This is called natural frequency. അതായത് ഒരു വസ്തു സ്വതന്ത്രമായി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് സ്വന്തം ആവൃത്തിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് ട്യൂണിംഗ് ഫോർക്ക് എന്ന സാധനം പറയാം. കേട്ടോ, ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി, സൗണ്ട് ഫ്രീക്വൻസി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഓരോ ട്യൂണിംഗ് ഫോർക്ക് എടുക്കുമ്പോഴും അത് ഓരോ ഹെർട്സ് ആയിരിക്കും. ഇപ്പം 440 ഹെർട്സ് കാണും, 512 ഹെർട്സ് കാണും. അപ്പോൾ അങ്ങനത്തുള്ള ഇപ്പം 440 ഹെർട്സ് എന്ന് പറയുന്ന ആ ഒരു ട്യൂണിംഗ് ഫോറിനകത്ത് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് 440 ഹെർട്സിനുള്ള ഫ്രീക്വൻസി ഉള്ള സൗണ്ട് മാത്രമേ വരത്തുള്ളൂ. അതേപോലെ 512 ഹെർട്സ് ഉള്ള ആ ഒരു ട്യൂണിംഗ് ഫോർക്കിൽ നമ്മൾ ടച്ച് അല്ലെങ്കിൽ ഒരു ഹിറ്റ് ചെയ്താൽ അതിനകത്ത് വരുന്ന സൗണ്ടും 512 ഹെർട്സ് കാണത്തുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസാണ്. ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ട് വേറൊരു കാര്യം പറയാം. നമ്മൾ ഊഞ്ഞാലുണ്ടല്ലോ, ഊഞ്ഞാല്. ഇപ്പോൾ ഊഞ്ഞാല് കയറാത്തവരായിട്ട് ഉള്ളവരും ആട്ടി കൊടുക്കാത്തവരായിട്ടുള്ളവരും ചുരുക്കം ആൾക്കാർ മാത്രമേ. ബാക്കിയുള്ള എല്ലാവരും എന്താണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ആട്ടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും കാണും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഇരുത്തുന്നു, നമ്മൾ ആട്ടി കൊടുക്കുന്നു, ആട്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. ആ സ്പീഡിൽ തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും? ഇല്ല. സമയങ്ങൾ പോകുന്തോറും എന്ത് ചെയ്യും, സ്പീഡ് കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പുറകെ തള്ളി കൊടുക്കും അല്ലേ. വീണ്ടും ആടും, പിന്നെ സ്പീഡ് കുറയുമ്പോൾ വീണ്ടും തള്ളി കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ തള്ളുന്നത് എന്തിനാ, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നില്ല. എന്തിനാ, നമ്മൾ ആ ഒരു സ്വിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഊഞ്ഞാൻ്റെ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയില്ല. അപ്പം ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മുടെ മേശമേളിലൊക്കെ ഇരിക്കുന്ന പഴയ അച്ഛൻ്റെ കീപാഡ് ഫോൺ കാണുമല്ലോ, കീപാഡ് ഫോൺ. അപ്പം അതിനകത്ത് കോള് വരുമ്പോൾ അത് കിടന്ന് വിറയ്ക്കും. ഓക്കെ, അതിൻ്റെ കൂടെ എന്തും വിറയ്ക്കും, മേശയും കൂടെ വിറയ്ക്കും. അതായത് ഫോണിൽ നിന്ന് വരുന്നുള്ള ആ ഒരു വൈബ്രേഷൻ കാരണം എന്തും വിറയ്ക്കും, ആ മേശയും വിറയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്, പേര് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നു പക്ഷേ അത് എന്തിൻ്റെ കാരണം കൊണ്ടായിരിക്കും, വെളിയിൽ നിന്നൊരു ഒബ്ജക്റ്റിൻ്റെ കാരണം കൊണ്ടാണെങ്കിൽ, വെളിയിൽ നിന്നൊരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേറൊരു വൈബ്രേറ്റിംഗ് ബോഡിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ആ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. അതായത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഈസ് ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൻ എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. അതായത് ഒരു ബാഹ്യ കമ്പന വസ്തു മൂലമുണ്ടാകുന്ന കമ്പനമാണ് പ്രണോദിത കമ്പനം എന്ന് പറയും. എന്താണ് പ്രണോദിത കമ്പനം? ഞാൻ പറഞ്ഞില്ലയോ, ഏതെങ്കിലും ഒരു ബോഡി ഇപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ
ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിന് കാരണം വേറൊരു വൈബ്രേറ്റിംഗ് ബോഡി ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാം? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാം. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കഥ പറഞ്ഞാൽ അപ്പോൾ കഥയുടെ കൺക്ലൂഷനിലോട്ട് പോകാം നമ്മൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നാച്ചുറൽ ഫ്രീക്വൻസിയും വേറൊന്ന് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും സെയിം ആയിട്ട് വരും, ഈക്വലായിട്ട് വരും. അപ്പോൾ ഇത് ഈക്വലായിട്ട് വരുന്ന സാഹചര്യം എന്താണ് ഉണ്ടാവുന്നത് അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി, ഒരു ഒബ്ജക്റ്റ് ഇരിക്കട്ടെ, അതിന് നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് വേറൊരു ഇപ്പം ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, ആ ഒബ്ജക്റ്റിന്റെ ഫ്രീക്വൻസിയുടെ സെയിം ആയിട്ട് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ വന്നാൽ അവിടെ റെസൊണൻസ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൽ റെസൊണൻസ് സ്റ്റേജിലേക്ക് പോയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ റെസൊണൻസ് സ്റ്റേജിലാവുന്ന ഒരു ഒബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും? നല്ല വലിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും, അതായത് നല്ല ആയതിയിൽ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കഥയുടെ കൺക്ലൂഷൻ ഇതാണ്. അന്നുള്ള ആൾക്കാർ കണ്ടുപിടിച്ച ഉത്തരം, ആ പാലം റെസൊണൻസിന് വിധേയമായി. അതായത് 60 km/h വീശിയടിച്ച കാറ്റിന് എന്ത് ചെയ്തു? ആ ബ്രിഡ്ജിനെ ആടി ഒലച്ചു. ആടി ഒലയ്ക്കുന്നതിനൊപ്പം എന്തായി? ആ ബ്രിഡ്ജിന് എന്ത് കാണും? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി കാണും. അപ്പോൾ ഈ വീശുന്ന കാറ്റിനും ഒരു ഫ്രീക്വൻസി കാണും. ഇത് രണ്ടും കൂടെ തുല്യമായിട്ട് വന്നത് കൊണ്ട് എന്ത് പറ്റി? ഈ പാലം കൊളാപ്സ് ആയി. അവിടെ റെസൊണൻസ് സ്റ്റേജിൽ പോയി. റെസൊണൻസിലാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൈ ആംപ്ലിറ്റ്യൂഡ് നല്ല ഹൈ ആയിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ആ ബ്രിഡ്ജ് കൊളാപ്സ് ആയത്. അതുപോലെ റെസൊണൻസ് അനുഭവപ്പെടുന്ന വേറൊരു സ്റ്റേജ് ഉണ്ട്. അതായത് നമ്മുടെ ഇടി മിന്നലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ വീടിന്റെ ജനാല വിറയ്ക്കും. വലിയൊരു ഇടി വെട്ടിയാൽ എന്ത് ചെയ്യും? വീടിന്റെ ജനാല വിറയ്ക്കും. കാരണം ജനാലയ്ക്ക് എന്തുണ്ട്? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ഈ പറയുന്ന മിന്നൽ അതായിരുന്നു ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ്. ആ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയോട് എന്ത് ചെയ്യും? സെയിം ആയിട്ട് വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും? അവിടെ റെസൊണൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇടി വെട്ടുമ്പോൾ നമ്മുടെ ജനലുകളൊക്കെ കുലുങ്ങാനുള്ള കാരണം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ മറ്റേ ബാഹുബലി സിനിമയിൽ ബാഹുബലിയുടെ ബല്ലാലദേവന്റെ കിരീടധാരണത്തിന്റെ സമയത്ത് എല്ലാവരും ബാഹുബലി ബാഹുബലി എന്ന് പറഞ്ഞാൽ തറയടിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പാത്രവും സംഭവങ്ങളൊക്കെ മറിഞ്ഞു വീഴത്തില്ലേ? അതൊരു റെസൊണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ റെസൊണൻസ് കാരണം ഒഴിവാക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോൾജേഴ്സ് ഉണ്ടല്ലോ, ഈ പട്ടാളക്കാരുടെ മാർച്ച് അറിയാം, ഒരു റിതമിലായിരിക്കും. ഇപ്പം ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ അതേപോലെ എന്തോ ഒരു ഋതത്തിലായിരിക്കും അവർ പോകുന്നത്. എല്ലാവരും ഒരേ രീതിയിലാണ് കാൽച്ചോട് വെക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിൽ ഒരേ ഋതത്തിലായിരിക്കും നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മാർച്ച് ഒരു ബ്രിഡ്ജിൽ കൂടെ നടത്താറില്ല സാധാരണ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ, ബ്രിഡ്ജിന് എന്തായിരിക്കും? ഒരു നാച്ചുറൽ ഫ്രീക്വൻസി കാണും. അപ്പോൾ ഇവർ ഫോഴ്സ് കൊടുക്കുന്ന ഈ പട്ടാളക്കാരാണല്ലോ ഫോഴ്സ്ഡ് ഒബ്ജക്ട്സ്, അവരാണല്ലോ ഇങ്ങനെ മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, ഈ പാലത്തിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഇതെപ്പോൾ സെയിം ആയിട്ട് വരുന്നോ സെയിം ആയിട്ട് സമയം എന്തായിരിക്കും? ആ പാലത്തിന് തകരാറ് പറ്റും, അല്ലെങ്കിൽ ആ പാലം പൊളിഞ്ഞു വീഴാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പാലത്തിലൂടെയുള്ള മാർച്ചിങ് ഒക്കെ ഒഴിവാക്കുന്നത്. ഇതുവരെ ഒന്നും മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ നമുക്ക് ഈ ഒരു പിക്ചറാണ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരാം. അപ്പോൾ നോക്കിക്കോ, ഇതിനകത്തെ ആദ്യത്തെ പിക്ചറിനകത്ത് കാണിച്ചേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. 2 ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്യൂണിംഗ് ഫോർക്ക്. അപ്പം ഈ 2 ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. ട്യൂണിംഗ് ഫോർക്കിനകത്ത് ഒന്ന് 512 ഹേർട്സും ഒരെണ്ണം 440 ഹേർട്സും. അതായത് 512 ഹേർട്സ് ഉള്ള ആ ഒരു ട്യൂണിംഗ് ഫോർക്കിൽ തട്ടിയാൽ 512 ഹേർട്സ് മാത്രമേ എന്തുകൊടുത്തുള്ളൂ? നാച്ചുറൽ ഫ്രീക്വൻസി കാണത്തുള്ളൂ. അപ്പുറത്തേനകത്തോ 440 ഹേർട്സേ വരത്തുള്ളൂ. രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ ഇതിനകത്ത് ഇയാൾ അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 440 ഹേർട്സ് ഉള്ള ആ ഒരു ട്യൂണിംഗ് ഫോർക്കിനോട് ഒരു പ്ലാസ്റ്റിക് ബോർഡ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ 512 ഒരു തട്ട് തട്ടുമ്പോൾ എന്ത് പറ്റണം? മറ്റത് അനങ്ങണം. അതാണ് അയാളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ 512 ഹേർട്സ് ഉള്ള അതിനകത്ത് തട്ടുന്നു, ആ ബോളിന് ഒരു അനക്കം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? രണ്ട് ഫ്രീക്വൻസി അല്ലേ, അവിടെ റെസൊണൻസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ താഴോട്ട് വന്നിട്ട് താഴത്തെ പടം കണ്ടോ? അതിനകത്താണെങ്കിൽ രണ്ടും എത്രയാണ്? 440 ഹേർട്സ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ആ 440 ഹേർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ അത് സ്ട്രൈക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഫോഴ്സ്ഡ് വൈബ്രേഷൻ അപ്പുറത്തെ ട്യൂണിംഗ് ഫോർക്കിനെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഈക്വലായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ റെസൊണൻസ് സംഭവിച്ചു. ഹൈ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് സംഭവിച്ചു? ആ പ്ലാസ്റ്റിക് ബോർഡ് ഹൈ ആംപ്ലിറ്റ്യൂഡ് അങ്ങോട്ട് പോയി. മനസ്സിലായോ? ഇതാണ് റെസൊണൻസ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.